ഹായ് വ്യൂസ്, വെൽക്കം ടു രാജീവ് സ്റ്റോക്ക്. അനുരാഗ കരിക്കിൻ വെള്ളം ഒരു നല്ല ചലച്ചിത്രമായിരുന്നു അല്ലേ? അതെ, അതിലൊരു രംഗമുണ്ട്. ബിജു മേനൻ സർ തന്റെ ഭാര്യയെ ചുംബിക്കാൻ പോകുന്ന ഒരു രംഗം അല്ലെ? വളരെ നല്ലതാണ്. പക്ഷേ അതിലെ മക്കളുടെ ഒരു റിയാക്ഷൻ നിങ്ങൾ കണ്ടിട്ടോ? ആസിഫ് അലിയുടെയും അനിയത്തിയായി അഭിനയിച്ച ആ കുട്ടിയുടെ ഒരു റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് തന്നെയല്ലേ മിക്കവാറും നമ്മുടെ വീടുകളിലും സംഭവിക്കുന്നത്. അതിന് കാരണക്കാരാരാ? ഈ ഈ മക്കളെ തന്നെയാണ് ഞാൻ പറഞ്ഞത് 20-25 വർഷത്തിന് ശേഷം വരുന്ന അമ്മായിയമ്മ പോരും, ജീവിതത്തിലെ അമ്മായിയമ്മ പോരും അല്ലെങ്കിൽ നാത്തോൻ പോരെ എന്ന് പറയുന്നത്. ചില മക്കൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അച്ഛനും അമ്മയും അടുത്തടുത്ത് ഇരിക്കുക, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ ഒരു ഉമ്മ വെക്കുക, ഇതിനിപ്പോ ഇത്ര വലിയ എന്ത് ആകാശം ഇടിഞ്ഞു വീഴുന്ന കാര്യമാണ്? നമ്മൾ ആരെയാണ് ഈ ചുംബിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്? നമ്മുടെ സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ അല്ലെ? അതും എങ്ങനെ? നാട്ടുകാരും വീട്ടുകാരും ജാതകവും ഇതൊന്നും പോരാതെ ലോണും എല്ലാം എടുത്ത് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണ് ഒരു കല്യാണം നടത്തി നമുക്ക് ഒരു എന്താ പറയാ വില്ലേജിൽ നിന്നും പഞ്ചായത്തിനൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പോലെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. ഇന്ന ആള് നിന്റെ ആണ്, യെസ്, ഇനി നീ അനുഭവിച്ചോ എന്നുള്ള രീതിയിൽ അല്ലെ? അപ്പൊ അങ്ങനെ ഒരാളെ ഒരു 10-25 വർഷം നമ്മൾ ആ വ്യക്തിയുടെ കൂടെ ഇരിക്കുകയാണ്. അതിന് ശേഷമാണ് ഈ നമുക്ക് ഒരു മോഹം തോന്നും, അടുത്തിരിക്കണം, ഇതാവണം എന്നൊക്കെ തോന്നും. അപ്പൊ അത് മക്കൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ട്? എല്ലാ വീട്ടിലെയും അവസ്ഥയല്ല, ചില വീട്ടുകളിൽ. അതിന് കാരണക്കാരാരാ? നമ്മള് തന്നെയാണ്. നമ്മള് അത് ആലോചിച്ച് നമുക്ക് കിട്ടും. ഈ കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബിസിയാവും അല്ലെ? നമ്മുടെ വീട്ടു ജോലി എല്ലാ കാര്യങ്ങളും നമ്മളങ്ങനെ വ്യാപൃതരായിപ്പോ. പിന്നെ നമ്മുടെ ഉള്ളിൽ ഒരു അകൽച്ച പോലെയാണ് നമ്മൾ വരുന്നത് അല്ലെ? അങ്ങനെയായി ഇന്നാവട്ടെ നാളാവട്ടെ ഓരോരോ ഈ ഗണപതി കല്യാണം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. റൊമാൻറ്റിക് ആവാൻ തോന്നും, പക്ഷെ ഇന്ന് ആ ജോലി, ഇന്ന് ഈ ജോലി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. അപ്പോഴേക്കും ഈ മക്കളും വളർന്നു വരികയാണ്. അപ്പൊ അവരുടെ മുമ്പിൽ ഈ അച്ഛനും അമ്മയും അടുത്തിരിക്കണതോ അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ചിരിക്കണതോ ആ കുട്ടികൾ കാണുന്നില്ല. അവരിത് കാണുന്നത് എല്ലാം സിനിമയിൽ മാത്രമാണ്. അപ്പൊ പെട്ടെന്ന് ഈ കുട്ടി ഒരു 10-15 വയസ്സ് അല്ലെങ്കിൽ ഒരു 10-20 വയസ്സായ കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് അച്ഛൻ അമ്മയെ പോയി ചുംബിക്കാൻ പോകുമ്പോ എന്തോ ഒരു അവിഹിതം നടന്ന ഒരു അവസ്ഥയായിരിക്കും. ആണോ അല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ, എന്നെ തെറി വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോ എന്താ പറഞ്ഞു വന്നത് ഞാൻ വെച്ചാൽ, അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കണ്ടിട്ട് വേണം മക്കള് വളരാൻ. ആ മക്കൾ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ പോവില്ല. അത് മാത്രമല്ല, ഒരു ഭർത്താവും തന്റെ വീട്ടിലെ ജനലിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് അല്ലെങ്കിൽ പുറത്തെ പച്ചപ്പും ഹരിതാപവും തേടിപ്പോവില്ല. അതുപോലെ ഒരു ഭാര്യയും വേലിയോ മതിലോ ഒന്നും ചാടിപ്പോവില്ല. ബിക്കോസ് എന്താ അതിന് കാരണം? നല്ലൊരു സുഹൃത്തായ ഒരു ഭർത്താവോ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തായ ഭാര്യ ഉണ്ടെങ്കിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ആണോ അല്ലേ? ചിന്തിക്കൂ. ബൈ.